അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാ വെജിറ്റബിളും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പരിപ്പ് വേണം, പുളി വേണം, പിന്നെ നമുക്ക് അതിലേക്ക് ഇടുന്ന പൊടികളിലും വേണം, പിന്നെ തേങ്ങ വറുക്കാനുള്ള ആവശ്യമുള്ള സാധനം വേണം, പിന്നെ ലാസ്റ്റ് കാച്ചി വയ്ക്കുന്ന സാധനം വേണം, പിന്നെ നമുക്ക് കായപ്പൊടി വേണം, ഉപ്പ് വേണം, പിന്നെ വെളിച്ചെണ്ണയും വേണം. അപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെണ്ടക്ക, വെളുത്തുള്ളിക ഇവ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾ കട്ട് ചെയ്തിടുക. അപ്പോൾ ഈ പാത്രത്തിലേക്ക് എല്ലാ വെജിറ്റബിൾസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പരിപ്പിടണം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണം. ഇനി നമ്മൾക്ക് വെജിറ്റബിൾ മുങ്ങാൻ വേണ്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുങ്ങാൻ പാകത്തിൽ വെള്ളം ഒഴിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ഉപ്പിടുന്നില്ല, നമുക്ക് വെജിറ്റബിൾസ് വന്ന് കഴിഞ്ഞിട്ട് ഉപ്പിടാം. ഇനി അതിലേക്ക് പാത്രം പൂട്ടിയിടാം. അതിന് വേവുന്ന സമയത്ത് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ അത് ഉള്ളി ഇടാം. ഉള്ളി വേവാൻ വേണ്ടിക്ക് അതിലേക്ക് ഉപ്പും കൂടി ചേർക്കാം. വെജിറ്റബിൾസ് ഫുള്ളും വെന്തുണ്ട് കേട്ടോ, ഹാഫ് വെന്താൽ മതി. പിന്നെ അതിലേക്ക് തക്കാളി ഇടാം. പിന്നെ നമുക്കതിലേക്ക് പച്ചമുളകും ഇടാം. പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളിയിൽ ഓടുന്ന സമയത്ത് വെജിറ്റബിളിലേക്ക് ഉപ്പ് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയിൽ ഒടിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾസ് ഇടാം. ഇതെന്തിനാണ് നിങ്ങൾ ചെയ്യുന്നറിയോ? ഇങ്ങനെ ചെയ്താൽ വെണ്ടയ്ക്ക് വെതിനിയും ഒടിയാണ്ട് കിട്ടും. ഇതൊരു 3-4 മിനിറ്റ് വെന്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ് ഹാഫായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റേ വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കാം. ഈ വെജിറ്റബിൾസ് കുക്കറിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുപ്പത്ത് വെച്ചാൽ 10 മിനിറ്റിനെ കൊണ്ട് വേകും. ഇനി നമുക്ക് ഇതിലേക്ക് പുളി പിരിഞ്ഞതും കൂടി ഒഴിക്കാം. ഇനി അതെല്ലാം മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾക്ക് തേങ്ങ വറുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാലോ. ഇതാണ് ജീരകം. ഇത് 2 ടൈപ്സ് ഓഫ് ജീരകമുണ്ട്. പിന്നെ ഇതാണ് ഉലുവ, ഇതാണ് തേങ്ങ, പിന്നെ ഇതാണ് റൈസ്, ഇതാണ് റെഡ് ചില്ലി, ഇതാണ് കറിവേപ്പില, പിന്നെ ഇതാണ് വെളുത്തുള്ളി, ഇതാണ് ചോട്ടാസ മുത്തുള്ളി. അപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടിക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരി ഇട്ടെടുക്കാം. ഈ അരി എന്തിനാണ് ഇടുന്നത്? കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ. ഇനി അതിലേക്ക് നമുക്ക് ഉലുവയും കൂടി ഇടാം. പിന്നെ 2 ടൈപ്സ് ഓഫ് ജീരകയും ഇടാം. ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി, പിന്നെ ഗ്രീൻ ചില്ലി, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി അത് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി അത് 2-3 മിനിറ്റ് അലക്കിയതിന് ശേഷം അത് തേങ്ങ ഇടാം. ഇനി തേങ്ങ ബ്രൗൺ കളർ ആവുന്ന വരെ ചെറിയ തീയിൽ വറുക്കണം. ഇപ്പൊ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ടെടുക്കാം. ഇനി നമ്മൾക്ക് സാമ്പാർ പൊടിയും കൂടി ഇട്ടെടുക്കാം. അവസാനമായി മുളക് പൊടിയും കൂടി ഇട്ടെടുക്കാം. ഈ പൊടികളെല്ലാം ഇട്ടിട്ട് 2-3 മിനിറ്റ് ചൂടാക്കിയാൽ മതി. അധികം ചൂടാക്കാൻ പാടില്ല കേട്ടോ. അധികം ചൂടാക്കിയാൽ കരിഞ്ഞു പോകും. ഇനി അത് നമ്മൾക്ക് ഒന്ന് മിക്സിയിൽ ഇട്ട് വെള്ളവും ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം.
അരച്ചെടുക്കുക. അരച്ച് നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഈ വെജിറ്റബിൾ കറിയിലേക്ക് ഇട്ടെടുക്കാം. മിക്സിയിൽ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുലുക്കിയിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ സാമ്പാർ തളിക്കുമ്പോഴേക്ക് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടെടുക്കാം. ഉപ്പ് നേരത്തെ ഇട്ടതാന്ന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. അപ്പം നമുക്ക് സാമ്പാറായി കിട്ടണമെങ്കിൽ കുറച്ച് കായപ്പൊടി ഇട്ടെടുക്കാം. ഇനി നല്ല വൃത്തിക്കൊന്ന് തിളക്കണം. അടുത്തതായി നമുക്കിത് കാച്ചൊഴിക്കലാണ് വേണ്ടത്. അപ്പം നമുക്ക് കറി കാച്ചിക്കാൻ വേണ്ടിയിട്ട് കരിവേപ്പില എടുക്കാം. പറിച്ചു പോവാ, അതൊന്നും കറിവേപ്പില അപ്പടാനെ പുറത്തോയിട്ടെടുത്തത് ഇങ്ങനെ പറിച്ച്, പിന്നെ ഇത് കടുക്, ഇത് ഗ്രീൻ ചില്ലി അല്ല റെഡ് ചില്ലി. ഓക്കെ, ഇത് ഇതാ നോക്കണം കേട്ടോ കേട്ടാ കേട്ടാ. അപ്പം നമുക്ക് കാച്ചാൻ വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ നല്ല ചൂടായ ശേഷം കടുക് ഇട്ട് നല്ല പോലെ പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് മുളക് ഇടണം. ഇനി ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇടാം. പഠിച്ചോണ തീയിൽ വന്നല്ല, ഞാൻ എന്ത് ചെയ്യാനാണ്. ഇനി നമ്മളിത് കറിയിലേക്ക് ഒഴിച്ചാൽ സാമ്പാർ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി സാമ്പാർ റെഡി. കണ്ട കഷ്ണങ്ങളിൽ അധികം വേവാണ്ട് പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളെ സാമ്പാറിന് റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ ആ കറി ഇട്ടിട്ട് കൂട്ടി വെക്കണം. അപ്പോൾ ഒരു പാടി ഒരു പണിയും ഉണ്ടാവില്ല, ഫുഡ് ഒന്നും ഉണ്ടാവില്ല. ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചിട്ട് നാലും ഉച്ചക്കും എല്ലാം തുമ്മ. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. സമാധാനമായില്ല ഉമ്മ, ഉണ്ടാക്കണ്ടല്ല. ബൈ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എല്ലാവരും ലൈക്ക് ചെയ്യുക,